ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡൊമൈനും അതുപോലെ തന്നെ ഹോസ്റ്റിങ്ങും എല്ലാം കണക്ട് ചെയ്തു, പോയിന്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് അതിൻ്റെ ക്ലയൻറ്റ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ cPanel എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കും. അതിൻ്റെ ആക്സസ് ത്രൂ നിങ്ങൾക്ക് കയറിയാൽ മതിയാകും. സോ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മളിനി വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഡാഷ്ബോർഡിൽ വരിക. ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം ഇവിടെ ഞാൻ മെനു ആണ് ചൂസ് ചെയ്യുന്നത്. വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സോഫ്റ്റാക്കുലസ് ആപ്പ് ഇൻസ്റ്റാളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് വേർഡ്പ്രസ് എന്ന് പറയുന്ന ആ ഒരു CMS പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ നൗ എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാവുന്നതാണ്. സോ ഞാൻ ഇൻഡയറക്റ്റ്ലി അവിടെ ഒന്നും കൊടുക്കുന്നില്ല. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് ലിങ്ക് വരുന്നത്. HTTP എന്ന് പറയുന്നതാണ്, സെക്യൂർ അല്ല. ഇനി നമുക്കത് സെക്യൂർ ആക്കാം. അതിന് സെപ്പറേറ്റ് നമ്മൾ SSL സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതിയാണ്. സോ അങ്ങനെ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇതായിരിക്കും നമ്മുടെ അഡ്മിൻ അതുപോലെ തന്നെ പാസ്വേഡും എന്നുള്ളത് നമുക്കിവിടെ ഇത് രണ്ടുമായിരിക്കും വരുന്നത്. സോ അതിപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. കുറച്ച് അതിൻ്റെ നമുക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കവിടെ സൈറ്റിൻ്റെ നെയിം ഞാനൊന്ന് മാറ്റുന്നു. ഓക്കെ, സൈറ്റ് നെയിം ഞാനത് മാറ്റി ചേഞ്ച് ചെയ്തു. അത് വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാളായി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നോക്കി കഴിയുമ്പോൾ തന്നെ വേർഡ്പ്രസ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് അറ്റ് എന്ന് പറയാൻ സാധിക്കും, കാണാൻ നമുക്കിവിടെ പറ്റും. ജസ്റ്റ് ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് വെബ്സൈറ്റ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു തീമാണ് വന്നിരിക്കുന്നത്. ഇനി ആ തീം എഡിറ്റ് ചെയ്ത് നമ്മളത് ആ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് URL നമുക്ക് അതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു URLിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ URLിലേക്ക് നോക്കി കഴിയുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. അവിടുത്തെ URL വന്നിരിക്കുന്നത് വെബ്സൈറ്റിൻ്റെ നെയിം /WP-admin എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ വേർഡ്പ്രസിൻ്റെ ഒരു വെബ്സൈറ്റ് ഡാഷ്ബോർഡിലേക്ക് ചെല്ലുന്നത് -admin എന്ന് പറയുന്ന ആ ഒരു പാത്തും കൂടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL കൂടത്തിൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനാണ് നമുക്ക് ഡാഷ്ബോർഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ഇതാണ് വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ്. ഇവിടെ നിന്നുകൊണ്ടാണ് ഇനി നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാ വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് വേർഡ്പ്രസ് നമ്മുടെ വെബ്സൈറ്റ് അതിൻ്റെ cPanel ത്രൂ നമ്മൾ സോഫ്റ്റാക്കുലസ് ആപ്പ് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു. അതിനുശേഷം വേർഡ്പ്രസ് ചൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലിങ്ക് കിട്ടും. ആ ലിങ്ക് ത്രൂ വഴി നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ്. സോ ഇനി ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കിടക്കുന്ന ഒരു തീമാണ്, ഒരു ടെംപ്ലേറ്റ് പോലത്തെ ഒന്നാണ്. അത് നമുക്കിനി എഡിറ്റ് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റിലേക്ക് ബിൽഡ് ചെയ്തെടുക്കണം. സോ അതെങ്ങനെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നോക്കാൻ പോകുന്നത്. സോ ഇങ്ങനെയാണ് നമ്മളൊരു വേർഡ്പ്രസ് ഡൊമൈൻ ഹോസ്റ്റിംഗ് ഒക്കെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഏത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇതുവരെയാണ് ചെയ്യുന്നത്. സോ ഇനി എങ്ങനെയാണ് ബാക്കി നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം.